പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം വിശുദ്ധനാകാൻ, വിശുദ്ധയാകാൻ നിനക്ക് ഇനി എത്ര വർഷം കൂടെ വേണം? എന്താണ് ചോദ്യം? വിശുദ്ധനാകാൻ അല്ലെങ്കിൽ വിശുദ്ധയാകാൻ ഇനി എത്ര വർഷം കൂടെ വേണം? എത്ര വർഷം കൂടെ കിട്ടിയാൽ വിശുദ്ധയാകാൻ സാധിക്കും, വിശുദ്ധനാകാൻ സാധിക്കും? നമുക്ക് ചോദ്യത്തിൻ്റെ പശ്ചാത്തലം, ഇന്ന് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളാണ്. അൽഫോൻസാമ എത്ര വർഷം എടുത്തിട്ടാണ് വിശുദ്ധയായി മാറിയത്? മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് അൽഫോൻസാമ മരിച്ചത്. 1910 ഓഗസ്റ്റ് 19 ജനിക്കുകയും 1946 ജൂലൈ 28 മരിക്കുകയും ചെയ്തു. അപ്പോൾ 36 വർഷങ്ങൾ എടുത്തിട്ടാണ് അൽഫോൻസാമ അൾത്താര വണക്കത്തിന് അല്ലെങ്കിൽ വിശുദ്ധമായ ജീവിതത്തിൻ്റെ ആ യാത്ര പൂർത്തിയാക്കിയത്. നമ്മൾ ഇനി വിശുദ്ധരായി തീരാൻ ഇനി എത്ര കൊല്ലം കൂടി ജീവിച്ചാൽ, നീ എത്ര കൊല്ലം കൂടി, നമ്മൾ ചില ആളുകളോട്, പണിയെടുക്കാൻ വരുന്ന ആളുകളോട് ചോദിക്കാറുണ്ട്, ഇനി ഈ പണി പൂർത്തിയാവാൻ എത്ര ദിവസം കൂടി വേണം? എത്ര ദിവസം കൂടി ഇത് പണി പൂർത്തിയാക്കും? അപ്പോൾ നമ്മളുടെ ഒരു ജോലിയാണ് വിശുദ്ധമായ നമ്മുടെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക വിധത്തിൽ അതിനെ ഒരുക്കുക എന്ന ഒരു ജോലി. അത് പൂർത്തിയാക്കാൻ നമുക്കിനി എത്ര നാൾ കൂടെ വേണം? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഒരു അഡീഷണൽ ചോദ്യം കൂടെയുണ്ട്. സ്വർഗരാജ്യത്തിൽ നീ എങ്ങനെയായിരിക്കും? എന്താണ്? സ്വർഗരാജ്യത്തിൽ നീ എങ്ങനെ ഷൈൻ ചെയ്യും? മരിച്ച് സ്വർഗത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഷൈൻ ചെയ്യുന്നത്? ഭൂമിയിൽ ഷൈൻ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഏകദേശ ധാരണയുണ്ട്. സ്വർഗത്തിൽ എങ്ങനെയായിരിക്കും ഷൈൻ ചെയ്യുന്നത്? ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, നീതിമാന്മാർ സ്വർഗരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ സ്വർഗരാജ്യത്തിൽ, ഈ ഭൂമിയിലല്ല, സ്വർഗരാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കുന്നവരാകാൻ ഈ ഭൂമിയിലെ കുറച്ച് സൗന്ദര്യങ്ങൾ ഇല്ലാതെ ആയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഭൂമിയിലെ സൗന്ദര്യം ഒരു പ്രശ്നമാണെന്ന് തോന്നിയപ്പോൾ അൽഫോൻസാമ എന്ത് ചെയ്തത്? തൻ്റെ കാല് പൊള്ളിച്ച് സൗന്ദര്യമില്ലാതെ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളും പൊള്ളിക്കാറുണ്ട്, ലേസർ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയാ? ഒന്ന് കൂട്ടിക്കിട്ടാൻ വേണ്ടി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിൽ അപ്പോൾ കോൺസെൻട്രേഷൻ, ഫോക്കസ് എന്തായിരുന്നു? എനിക്ക് സ്വർഗരാജ്യത്തിൽ ഈശോയെ പോലെ, സൂര്യനെ പോലെ പ്രശോഭിക്കണം. ആ ഒരു ആഗ്രഹത്തോടു കൂടെയാണ് അൽഫോൻസാമ ജീവിച്ചത്. നമുക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഭൂമിയിലുള്ള സഹനങ്ങൾ അതൊരു പ്രശ്നമല്ല, നോട്ട് എ പ്രോബ്ലം ബട്ട് എ സൊല്യൂഷൻ, ബട്ട് എ പോസിബിലിറ്റി എന്ന് പറയാറുണ്ട്. നമ്മളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഒരു പ്രോബ്ലം അല്ല, അതൊരു സാധ്യതയാണ്. ഇറ്റ്സ് എ പോസിബിലിറ്റി. എന്തിനുള്ള സാധ്യത? വിശുദ്ധരായി വളരാനുള്ള, വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിക്കാനുള്ള ഒരു സാധ്യതയായി ഇന്നത്തെ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ മാറ്റുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിവ്യബലിയിൽ പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കം, കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, വിശുദ്ധിയിലേക്ക് വളരേണ്ടതിന് പകരം ഓരോ വർഷങ്ങൾ കഴിയുന്തോറും തിന്മയിലാണ് നമ്മൾ വളർന്നു പോയത്. പാപങ്ങൾ ചെയ്തു കൂട്ടുന്നതിലാണ് നമ്മൾ വളർന്നത്. ഓരോ വർഷവും നമ്മൾ നമ്മുടെ തിന്മയുടെ, പാപങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വന്നുപോയ എല്ലാ അപരാധങ്ങളെയും അകൃത്യങ്ങളെയും ഓർത്ത് ആത്മാർത്ഥമായി അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കുമ്പോൾ
നമ്മൾ നമ്മുടെ പാപങ്ങൾ മൂലം വിരൂപമാക്കപ്പെട്ട ഈശോയുടെ തിരുമുഖം തുടയ്ക്കുകയാണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ.